ലോക അവയവദാന ദിനമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് 2010 മുതൽ എ.ടി. കോവൂർ ചാരിറ്റബിൾ സൊസൈറ്റി വിവിധങ്ങളായ പ്രചരണ പരിപാടികൾ നടത്തിപ്പോരുകയാണ്. ഇന്ന് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രാവിലെ 10 മുതൽ നമ്മളതിൻ്റെ പ്രചരണങ്ങൾ ആരംഭിച്ചു. സത്യത്തിൽ പ്രചരണം വളരെ വിജയകരമായിരുന്നു. നമ്മൾക്ക് ആധുനിക ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നൊരു തോന്നലുണ്ടായിരുന്നു. സമീപിക്കുന്ന ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു വരികയും അതോടൊപ്പം നമ്മൾ കേൾക്കുന്നത് അറിയാലോ, ഹോസ്പിറ്റലിലാവുമ്പോൾ വിവിധതരം വേദനകളാലായിരിക്കും അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ അതിനിടയിൽ പോലും അവരിത്തരം കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും നമ്മളുടെ അഡ്രസ്സ് വാങ്ങാനും ഒക്കെ തയ്യാറായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴികൾ ആധുനിക ലോകത്തിലേക്കാണ് എന്നൊരു തോന്നലാണ് ഞങ്ങൾ സംഘാടകർക്കുണ്ടായത്. തീർച്ചയായിട്ടും അത് പ്രതീക്ഷ നൽകുന്നു. ഉച്ചക്കലത്തെ സെഷൻ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഉദ്ഘാടകനായ മനു ഡോക്ടർ ഒരല്പം വൈകി എത്തുകയുള്ളൂ എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കർമ്മനിരതനായി ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. അദ്ദേഹം എത്തുന്ന മുറയ്ക്ക് നമുക്ക് ഉദ്ഘാടനം നടത്താമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ പോലും നമ്മൾ പറഞ്ഞിരുന്നത് പോലെ പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷനായി എ.ടി. കോവൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് ശ്രീ കെ.പി. ജോർജ്. അപ്പോൾ കെ.പി.ജിയെ വിനയപുരസരം സ്വാഗതം ചെയ്യുകയാണ്. കെ.പി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പുരോഗമനപരമായ പരിപാടികൾ എവിടെയുണ്ടെങ്കിലും ഓടിയെത്തുന്ന ഞങ്ങളുടെ ഒരു വലിയ മനുഷ്യനായി മാറിയിരിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. ഉദ്ഘാടനം മനു വിശ്വത്തും. ആശംസാ പ്രസംഗത്തിന് കുറച്ച് പേരുണ്ട്. ക്ലാസ് നയിക്കുന്ന നമ്മളെ ഡോക്ടർ ചാൾസ് പനക്കൽ, അദ്ദേഹം വളരെ നേരത്തെ അദ്ദേഹം എത്തി. അദ്ദേഹത്തിന് വലിയ ഒരു കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യൂ പ്ലീസ്. ഇനി നമുക്ക് അധ്യക്ഷന് വിട്ടുകൊടുക്കാൻ നമ്മളുടെ ചടങ്ങുകൾ. അദ്ദേഹത്തെ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. സ്വാഗതം പറയുന്നതിനായി എ.ടി. കോവൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറി കെ.ജെ. രാജനെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം ഇന്ന് ലോക അവയവദാന ദിനമായ ഓഗസ്റ്റ് 13 2024 ഇതേ ദിനത്തിൽ തന്നെ നമ്മൾ എറണാകുളം ഹൈക്കോടതിയുടെ അടുത്തുള്ള വഞ്ചി സ്ക്വയറിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അന്ന് അതിൽ പങ്കെടുത്തത് ഫോറൻസിക് സർജനായ ശ്രീ ഡോക്ടർ ആർ രാകേഷായിരുന്നു. 2023 നമ്മൾ എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ വെച്ചായിരുന്നു ഈ ദിവസം പരിപാടി സംഘടിപ്പിച്ചത്. അന്നതിൽ പങ്കെടുത്തത് ഡോക്ടർ എൻ.എം. അരുൺ പാലക്കാട്, ആശ്രമഡിസിറ്റിയിലെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഡോക്ടറായ മാത്യു ജേക്കബ് സാറായിരുന്നു അന്ന് പങ്കെടുത്തത്. നിരവധി ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെ 2010 മുതൽ എ.ടി. കോവൂർ ചാരിറ്റബിൾ സൊസൈറ്റി അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ശാസ്ത്രാവബോധം സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ആധുനിക സയൻസിന് ഏകദേശം 200 വർഷത്തെ പഴക്കമുള്ളൂ. കാരണം ഏകദേശം 13 നൂറ്റാണ്ട് കാലം ലോകം അന്ധകാര യുഗത്തിലായിരുന്നു. അതിനുശേഷമാണ് ഒരു ആധുനിക സയൻസിൻ്റെ കുതിച്ചുചാട്ടം നമുക്ക് കാണാൻ കഴിഞ്ഞത്. 1348 ഇറ്റലിയിൽ സിസിലി എന്ന സ്ഥലത്ത് നിന്ന് പ്ലേഗ് രോഗം പടർന്ന് പിടിച്ചപ്പോൾ ഏകദേശം 4 നൂറ്റാണ്ടിനുള്ളിൽ പ്ലേഗ് മരണത്തിൻ്റെ കവാടം കടത്തിവിട്ടത് 7.5 കോടി ജനങ്ങളെയാണ്. അതിൻ്റെ കാരണം അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനേഷൻ നമുക്ക് കണ്ടുപിടിച്ചില്ല എന്നുള്ളതാണ്.
എന്നാൽ നമുക്കറിയാം ഈ കൊറോണ കാലം വന്നപ്പോൾ COVID-19 വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 2 വർഷത്തിനുള്ളിൽ തന്നെ സാറാ ഗിൽബർട്ട് എന്ന് പറഞ്ഞ അദ്ദേഹം കൊറോണയ്ക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ചത്. അത് പൂർണ്ണമായും ശരിയായ അല്ലെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുള്ളത് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 37 വയസ്സാണ്. എന്നാൽ ഇപ്പോൾ 2025 നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 70 വയസ്സാണ്. കേരളത്തിലാണെങ്കിൽ അതിൽ 75. കേരളത്തിൽ 75 വയസ്സാകാനുള്ള കാരണം കേരളത്തിൻ്റെ ശാസ്ത്രാവബോധം, സാക്ഷരതയുടെ ഒരു ഉന്നമനം, അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആ ലോക നിലവാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആഗോള തലത്തിലുള്ള ആ ആയുസ് ദൈർഘ്യം തന്നെ കേരളത്തിലും ഏകദേശം നമുക്ക് ലഭിച്ചത്. 1347 പ്ലേഗ് പടർന്നു പിടിച്ചു കഴിഞ്ഞപ്പോൾ യൂറോപ്പിൽ ആകമാനം ഉണ്ടായിരുന്ന 375 ബിഷപ്പുമാരിൽ 207 പേരും മരണപ്പെട്ടു പോയി. അതിന് കാരണം ബിഷപ്പെന്നോ പണ്ഡിതനെന്നോ പാമരെന്നോ കുചലനെന്നൊന്നും രോഗത്തിനില്ല, അതിന് പ്രതിരോധം തന്നെയാണ് ആവശ്യം. എന്നാൽ ഇന്ന് വളരെ മുന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞിരിക്കുന്നു. 1819 ഇത് തിരുവിതാംകൂറിൽ ഈ ആധുനിക ചികിത്സ ആരംഭിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ഡോക്ടർമാരുടെ ബാച്ചിലുള്ള ലൂക്ക പുന്നൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മകള് മേരി പുന്നൻ BA ഹിസ്റ്ററി ബിരുദം എടുക്കുകയും MBBS അപേക്ഷിക്കുന്ന സമയത്ത് സീറ്റ് ലഭിക്കാതെ ലണ്ടനിൽ പോയി അവർ MBBS എടുത്തുകൊണ്ട് തിരുവനന്തപുരം തൈക്കാട് ഹോസ്പിറ്റലിൽ 1917 ചാർജ് എടുക്കുകയും ഒരു ആധുനിക ചികിത്സയുടെ തുടക്കം കുറിച്ചത് അവരാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സർജറി ചെയ്ത വനിതാ ഡോക്ടറും മേരി പുന്നനാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആധുനിക സയൻസ് വളർത്തിക്കൊണ്ടാണ് ഏറ്റവും നിർണായക പങ്കുവഹിച്ച ഒരു വനിതയാണ് മേരി പുന്നൻ. തുടർന്ന് നമുക്കിങ്ങോട്ട് കാണാം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച മൂലം ചികിത്സ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയും രോഗത്തെ തിരിച്ചറിയാനുള്ള സാങ്കേതികവിദ്യ വളർന്നു വരികയും എക്സ്റേ, MRI, രക്തപരിശോധന തുടങ്ങിയവയിലൂടെ അതിവേഗം രോഗം നിർണ്ണയിക്കാനും അതുപോലെയുള്ള ആധുനിക ചികിത്സാ സമ്പ്രദായത്തിലൂടെ രോഗികളുടെ എണ്ണം കുറയുകയും ആയുസ് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ആധുനിക സയൻസിനെ പ്രോത്സാഹിപ്പിക്കുക, ശാസ്ത്ര അവബോധം നമ്മുടെ സമൂഹത്തിൽ വളർത്തുക, മരണാനന്തരം നമ്മുടെ അവയവങ്ങൾ മറ്റുള്ള ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൽകുക തുടങ്ങിയ ആശയപ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് AT കോവൂർ ചാരിറ്റബിൾ സൊസൈറ്റി നിരന്തരമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദേശീയ തലത്തിൽ ഒരു അവയവദാന പ്രസ്ഥാനം തുടങ്ങുന്നത് 1994 നമ്മുടെ കേരളത്തിൽ അത് 2012 ആരംഭിക്കുന്നത്. അതിനുശേഷം നിരവധി പുതിയ പദ്ധതികളിലൂടെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ട് ഇപ്പോൾ കെസോട്ടോ വളരെ ശക്തമായ നിലയിൽ വളരെ നല്ല രീതിയിലുമാണ് പ്രവർത്തിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉത്കൃഷ്ടമായ ജീവിതവും ഉദാത്തമായ ഉത്കൃഷ്ടമായൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ശാസ്ത്രാബോധത്തിന് വേണ്ടി നമ്മൾ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇനിയും വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൻ്റെ എല്ലാ സപ്പോർട്ടുകളും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് മനോജ് വിശ്വം സാറാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. H&H എഡ്യൂക്കേഷൻ H4H എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം. ഈ ഹോസ്പിറ്റലിൽ തന്നെ ഓർത്തോപാദിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കൂടെ എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് ആണ് നമ്മുടെ അധ്യക്ഷൻ. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ അവയവദാനത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ചാൾസ് പനകൽ. അദ്ദേഹം ആശ്രം മെഡിസിറ്റിയിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറിയും കൂടിയാണ്. അദ്ദേഹത്തെ ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു.
അവയവദാനം നൽകിക്കൊണ്ട് നമുക്കെല്ലാം മാതൃകയായിട്ട് ഉള്ള കുറേ പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവർ നമുക്ക് മാതൃകയാണ്. മുന്നിലും നമുക്ക് അവരെ അനുഗമിച്ചുകൊണ്ട് പോകാം. അദ്ദേഹത്തെ അവരെ എല്ലാവരെയും വളരെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അജേഷ് കുമാർ നമുക്ക് എല്ലാവർക്കും തന്നെ പരിചയമുള്ള ആളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ശാസ്ത്രാവബോധ ക്ലാസ്സുകൾ വീഡിയോയിൽ പകർത്തിക്കൊണ്ട് ലോകം മുഴുവനുള്ള മലയാളികൾക്ക് നിരന്തരം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളൊക്കെ അഭ്യുതകാംക്ഷികളായിട്ട് നോക്കിയിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ചാനലാണ്. അദ്ദേഹം ഈ പരിപാടിയും ഇവിടെ ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും ഇത് ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കും. അദ്ദേഹത്തിന് ഞാൻ ഈ സൊസൈറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ലോക അവയവദാന ദിനമാണല്ലോ. ആധുനിക വൈദ്യശാസ്ത്രം അതിവേഗം വളർച്ചയുടെ പാതയിലാണ്. അവയവ മാറ്റത്തിലൂടെ മനുഷ്യന് പുതുജീവൻ നൽകുവാൻ കഴിയുമെന്ന ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലാണ് അവയവദാനം ഒരു ജീവകാരുണ്യ പ്രവൃത്തിയായി ലോകം അംഗീകരിച്ചിട്ടുള്ളതും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി പ്രഖ്യാപിച്ചിട്ടുള്ളതും. എന്തുകൊണ്ടാണ് ശാസ്ത്രം ഇത്രയേറെ വളർന്നിട്ടും സാമൂഹിക പുരോഗതി കൈവരിക്കാതെ പോകുന്നതെന്ന് നാം ചിന്തിക്കേണ്ട സന്ദർഭം കൂടിയാണിത്. സർക്കാർ തലത്തിൽ ഇന്ന് അവയവദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതാണെങ്കിലും ഒരു വശത്ത് ഇതിനെക്കുറിച്ചുള്ള അജ്ഞതയും ഭയവും അവയവദാനത്തെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇനി സംഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവയവ മൃതദേഹദാനം മനുഷ്യ നന്മയും സാമൂഹിക ഉത്തരവാദിത്വവുമാണെന്ന പൊതുബോധം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിനും സാമൂഹിക പ്രതിബദ്ധതയിലൂന്നി അവയവദാനത്തിന് സ്വയം സന്നദ്ധമാകുന്നവരെ നിയമനിബന്ധനകൾക്ക് വിധേയമായി സഹായിക്കുന്നതിനു വേണ്ടി 2010 മുതൽ എറണാകുളം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഏട്ടിക്കൂർ ചാരിറ്റബിൾ സൊസൈറ്റി. ഈ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ലോകാവയവദാന ദിനത്തിൽ വിവിധങ്ങളായ നിരവധി ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ധനസമാഹരണവും ധനവിതരണവും അല്ല ഇതിൻ്റെ ലക്ഷ്യം, മറിച്ച് സമൂഹത്തിൽ മനുഷ്യ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നൊരു സംഘടന കൂടിയാണിത് എന്ന് പറയാനും കൂടി ആഗ്രഹിക്കുകയാണ്. പറയാനുള്ളത്, മറ്റൊരാളുടെ പുഞ്ചിരിക്ക് കാരണമാകുന്നതിന് മരണാനന്തര അവയവദാനത്തിനും മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി ശരീരദാനത്തിനും വേണ്ടി സ്വയം സന്നദ്ധമായവരുടെ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും തന്നെ മൃതദേഹദാനവും അവയവദാനത്തിനും സമ്മതപത്രം മെഡിക്കൽ കോളേജിൽ നൽകിയിട്ടുള്ളതുമാകുന്നു. അവയവദാനത്തിലൂടെ കൈപിടിക്കാം ജീവിതത്തിലേക്ക് എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മനുഷ്യ നന്മ ഉയർത്തിപ്പിടിച്ചവരെ ആദരിക്കേണ്ടത് ഒരു കടമയായി ഈ സൊസൈറ്റി തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് എറണാകുളം ജനറൽ ആശുപത്രിയുമായി സഹകരിച്ച് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മളുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തിച്ചേർന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ഡോക്ടർ മനു പി വിശ്വം. അദ്ദേഹം നമ്മളുടെ ഒരു പ്രോഗ്രാം ഇതിനു മുൻപ് കഴിഞ്ഞ ഒരു വർഷം മുൻപ് 13.8 ചാനലിൽ തന്നെ യൂട്യൂബ് കിടപ്പുണ്ടത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കുഴഞ്ഞു വീഴുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായൊരു ക്ലാസ് തരികയുണ്ടായി. അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ ചാൾസ് പനക്കൽ സാർ, വേദിയിലിരിക്കുന്ന പ്രമുഖ, ആദ്യമായിട്ട് ഞാൻ നിങ്ങളോടൊരു ക്ഷമ പറയുകയാണ്. ഇന്ന് രാവിലെ തുടങ്ങിയുള്ള ഓട്ടമാണ്. ഒരു 1-2 സർജറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പോലീസുകാരവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിപ്പോൾ തീർന്നുള്ളൂ. അപ്പം ഭക്ഷണം കഴിക്കാൻ ഗ്യാപ്പ് ഉണ്ടോ എന്ന് സുധീനോട് ചോദിച്ചു. ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓടി വന്നതാണ്. അപ്പോൾ ആരുടെയും സമയം കൂടുതൽ കളയുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ആദരിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ഇപ്പം ഞാൻ ഇന്നൊരു രാവിലെ വെറുതെ ഇതൊന്ന് എന്താണെന്ന് എടുത്ത് നോക്കിയപ്പോൾ ആൻസറിങ് ദ കോൾസ്, അതാണ് നമ്മുടെ തീം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ മുഖത്തൊരു ചിരി കാണിക്കുക, അങ്ങനെയുള്ള കുറേ തീമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്കറിയാം, ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയാം, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷെ ആ ദിവസത്തിൽ ഇന്ന് നമ്മൾ ആ ഹെൽത്തിൽ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നവരെയും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവരെയും ഇതിൻ്റെ കൂട്ടാളികളെയും ആണ് നമ്മളിന്ന് ആദരിക്കുന്നത്. ഇത് ചെയ്യുന്ന
ഡോക്ടർമാർ, അവരുടെ ടീമുകൾ, പിന്നെ അതിനോടൊപ്പം തന്നെ ഈവൻ ആംബുലൻസ് ഡ്രൈവർമാർ, അതുപോലെ അതിനു വേണ്ടി എല്ലാം ചെയ്യുന്ന ആളുകളെ ഒക്കെ ആദരിക്കേണ്ട ഒരു ദിവസമാണ്. സർവോപരിയായിട്ട് ഓർഗാൻ ഡൊണേഷൻ ചെയ്തവർ, അവർ ഡൊണേഷൻ എന്നല്ലേ നമ്മൾ പറയുക, അവയവദാനം. ആക്ച്വലി എനിക്ക് ആ വാക്കിനോടൊരു ചെറിയ വിഷമം തോന്നി. ഈ ദാനം എന്ന് പറയുമ്പോൾ അതിനെ വില കുറച്ച് കാണുകയാണോ? ദാനമല്ല ശരിക്കത്. നമ്മൾ നമ്മുടെ സഹജീവിയോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ്. അപ്പോൾ ഞാനത് മനസ്സിലാലോചിച്ചപ്പോൾ ഡൊണേഷൻ, ദാനം, അത് എനിക്ക് എന്തോ മനസ്സുകൊണ്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഞാനത് വിചാരിച്ചു, നമ്മുടെ സ്നേഹവും നമ്മുടെ കർത്തവ്യവും നമ്മുടെ കടമയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്ത് കാണിക്കേണ്ട മാതൃകയുമാണത് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഇതിൽ കൂടിയിരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ഇതിൻ്റെ അംഗങ്ങളും അതുപോലെ തന്നെ ഡൊണേഷൻ ചെയ്ത ആളുകളും എല്ലാവരും ഉണ്ടാവും. ഞാൻ വൈകിപ്പോയതുകൊണ്ട് പരിചയപ്പെട്ടില്ല. അവരെല്ലാവരും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി അവരുടെ ജീവിതം അവസാനിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ഒരു വെളിച്ചമായി, അവർക്കൊരു പൊതുജീവനായി നിങ്ങൾ നൽകിയ ആ സ്നേഹം, അതിനെയാണ് ഇന്നത്തെ ദിനത്തിൽ നമ്മൾ വാഴ്ത്തേണ്ടത്. എല്ലാവരുടെയും ഒരു സന്തോഷത്തോടു കൂടി എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ആരൊക്കെയാണ് അതിൻ്റെ ആളുകളെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് അതിലെല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്ന എൻ്റെ സ്നേഹം പങ്കിടൽ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ഒരു സമയം കുറേ വൈകിട്ടുണ്ടാവും. ഇന്ന് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു ഇല്ലേ? ഒരു 12 മണി തുടങ്ങി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ അവയവദാനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടുത്തെ പ്രഗത്ഭനായ ഡോക്ടറുണ്ട്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ വിഷയത്തിലോട്ട് കടക്കുന്നില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഒരു 15-20 വർഷം ബാക്കിലോട്ട് പോവുകയാണ്. ഞാനൊരു ചെറിയ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കുട്ടി 6 വയസ്സുകാരൻ ലിവർ ഫെയിലിയറായി. അപ്പോൾ അവനെ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം നാട്ടുകാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, വേറെ നിവൃത്തിയില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ സാമ്പത്തികം അറിയാം, ഇന്നത്തെ സാമ്പത്തികം പോലെ തന്നെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അന്ന് അന്വേഷിച്ചറിഞ്ഞപ്പോൾ അമൃതയിൽ ഇത് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ഗ്രാമം മുഴുവൻ ഒത്തൊരുമിച്ചു. ഞങ്ങളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന 6 വയസ്സുള്ളൂ, 1ാം ക്ലാസ്. ആ കുട്ടിയാണ്, അവരുടെ മൂത്ത കുട്ടിയാണ്. അപ്പോൾ ഈ വീട്ടിൽ വേറെ ഒരു മാർഗവുമില്ല. അപ്പോൾ കൊടുങ്ങല്ലൂരിലെ ദേശം, അതിലെ റെസിഡൻഷ്യൽ അസോസിയേഷനുകളൊന്നും അന്ന് നിലവിൽ വന്നിട്ടില്ല. ക്ലബ്ബുകൾ മാത്രമാണ് നാട്ടുംപുറങ്ങളിൽ. അതുപോലെ തന്നെ സ്കൂളുകൾ, അവരെ കേന്ദ്രീകരിച്ച് ടീച്ചർമാരുടെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങൾ എന്ന് വേണ്ട ആ പ്രദേശത്തുള്ളവരെല്ലാവരും തീരുമാനിച്ചു ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണം. വ്യാപകമായിട്ട് എല്ലാവരോടും നമ്മൾ ഇതിനു വേണ്ട ചെലവിനെക്കുറിച്ച് സംസാരിച്ചു. അന്ന് ഞങ്ങൾ ഇതിനു വേണ്ടി അമൃതയുടെ ഇതായതുകൊണ്ട് അമൃതപുരി എന്ന് പറയുന്ന കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു സംഘം ആളുകൾ ചെന്ന് ഞങ്ങൾക്കൊരു ഇളവ് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അവർ പറഞ്ഞു ഇളവ് തരാം. അന്ന് ഏതാണ്ട് ഒരു 13-14 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ അത് ചെയ്തു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യകാലങ്ങളിലുള്ളൊരു സംഭവമാണ്. സാറിന് ചിലപ്പോൾ അറിയായിരിക്കും, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അതിനുശേഷം അവനിപ്പം മിടുക്കനായി കോളേജിലൊക്കെ പോകുന്നുണ്ട്. അവനെ കാണുമ്പോൾ ഉള്ള നമ്മളുടെ സന്തോഷമുണ്ടല്ലോ, നമ്മളെല്ലാവരും കൂടി ചേർന്ന് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ഞാൻ വിചാരിച്ചു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, ഈ ശരീരം കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം നമ്മൾ മരിക്കുന്നതിന് മുമ്പും മരണത്തിന് ശേഷവും ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബോധവാന്മാരായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നമ്മുടെ കർത്തവ്യമാണെന്ന് കണക്കാക്കിക്കൊണ്ട്, ഇപ്പോൾ കണ്ണ് മരിച്ചതിന് മുമ്പ് ദാനം ചെയ്യുന്നത് ഇല്ലല്ലോ സാറേ, അത് സാധാരണയായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ചെയ്യാവുന്ന കുറേ ദാനങ്ങളുണ്ട്. ഏതാണ്ട് 8ഓളം അവയവങ്ങൾ അല്ലേ നമുക്ക് ദാനം ചെയ്യാൻ. ദാനം എന്നുള്ള വാക്ക് എൻ്റെ വായിൽ വീണ്ടും വരികയാണ്, പക്ഷെ നിവൃത്തിയില്ല, വന്നു പോകും. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സാറ് സംസാരിക്കും. ഞാൻ
രസകരമായ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടൊരു സിനിമ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ അതിൽ ഹൃദയം മാറ്റിവെക്കുന്ന ഒരു സീനുണ്ട്. ജയറാമും മുകേഷും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ ഹൃദയം മാറ്റിവെച്ചതിന് ശേഷം ജയറാം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അപ്പോൾ അതിനുശേഷം ജയറാമിനെ ഒരാൾ ഒരു ഭയപ്പെടുത്തി കൊലപ്പെടുത്തുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഹൃദയം വെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നതും ഒരു സംഭവബഹുലമായ ഒരു കഥ അതെൻ്റെ ചെറുപ്പത്തിലെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്നിങ്ങനെ അവയവദാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, ഹാർട്ട് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ വികാരങ്ങളെല്ലാം മറ്റുള്ളവരിലോട്ട് എത്തുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും അർത്ഥമില്ലെന്ന് AT കോവൂർ ഫൗണ്ടേഷനാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലേ. സുധിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ വേറൊരു സിനിമ, ട്രാഫിക് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി പരിശ്രമിക്കുന്നവരുടെ കഷ്ടപ്പാട്, അതായത് ആ ഒരു വലിയ ജേണി, ഒരു ആംബുലൻസ് ഡ്രൈവറും മറ്റുള്ളവരും അന്നൊരു വാചകം പറയുന്നുണ്ട്, എന്നത്തെയും പോലെ ആ ദിവസവും നിങ്ങൾക്ക് കടന്നുപോയെന്ന് വരാം, പക്ഷേ ഇന്നൊരു ദിവസം നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, ആ എക്സാക്റ്റ് വാചകങ്ങൾ ഞാൻ ഓർക്കുന്നില്ല, തീരുമാനം എടുക്കുകയാണെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും എന്ന സിനിമയിൽ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശരിയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെടുത്ത ഒരു തീരുമാനമാണ് ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തിയതും ഒരു ചരിത്രമാവുന്നതും. ചിലപ്പോൾ അയാളിൽ നിന്ന് ഒരു സമൂഹം രക്ഷപ്പെടുന്നതും ലോകം തന്നെ രക്ഷപ്പെടുന്നതും. ഞാൻ ആ വാചകത്തെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ രംഗത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ജോസഫ് എന്ന് പറഞ്ഞ, ഞാൻ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നതല്ല, ജോസഫ് എന്ന് പറഞ്ഞ ഒരു സിനിമയും എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നിർണയം എന്ന് പറഞ്ഞൊരു മോഹൻലാലിൻ്റെ സിനിമയുണ്ടായിരുന്നു. അതിലെല്ലാം ഈ അവയവങ്ങളുമായിട്ട് അതിൻ്റെ മാഫിയകളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് പേടിപ്പിക്കുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ കുറേ മാഫിയകൾ ഉണ്ടായിരുന്നെന്നും അതിൽ കുറേ വാസ്തവങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നേക്കാം, എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ഉണ്ടായിരുന്നേക്കാമെന്നോ എല്ലാം ഉണ്ടാകും. പക്ഷേ നമ്മളുടെ കേരളത്തിൽ വ്യക്തമായിട്ട് KNOS കൃത്യമായിട്ട് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. നാഷണൽ ലെവലിലും അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. എൻ്റെ സാറ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ അതിലോട്ട് കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ ഇന്ന് ദീർഘിപ്പിക്കുന്നില്ല, ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല, നിങ്ങളും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും H4H എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് 2007 മുതൽ പ്രവർത്തിക്കുന്നതാണ്. ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൽ നമ്മൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത പല അനുഭവങ്ങളിലൂടെയും കടന്നുപോയി. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മളൊരു വലിയ പ്രളയം കാണുമെന്ന് വിചാരിച്ചിട്ടില്ല. 99 പ്രളയം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതിനുശേഷം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പറഞ്ഞ കൊറോണ, അല്ലേ? അതിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. ആ കൊറോണ ലോകത്തെ എങ്ങനെ പിടിച്ചു നിർത്തുന്നു? നിപ്പ നമ്മൾ കണ്ടു, പ്രളയം വീണ്ടും കണ്ടു, അതുകൊണ്ട് സുനാമി കണ്ടു. ഒരു ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും എന്നുള്ളതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അനുഭവിച്ചു. അത്ര തീക്ഷ്ണമായ അനുഭവങ്ങളൊരു തലമുറയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു അതിജീവനം ആവശ്യമാണ്. ഒരു ജീവിതത്തിൽ നമ്മൾ മറ്റൊരു സഹോദരിക്ക് അതിജീവനം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഇന്നത്തെ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഇനിയും ആളുകൾ സംസാരിക്കാനുണ്ട്, എനിക്കും വെള്ളം കുടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും H4Hൻ്റെ പേരിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും ഇന്നത്തെ ദിനത്തിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ആശംസ പറയുന്നതിനായി കോർഡിനേറ്റർ സൗമ്യ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബേസിക്കലി ഒരു നേഴ്സാണ്. ഒരു 2 വർഷത്തിന് മുമ്പ് ഈ ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന ഒരു ആശയം ഇവിടുത്തെ സൂപ്രണ്ട് കൊണ്ടുവന്നപ്പോൾ സാറ് തിരഞ്ഞെടുത്ത ഒരു ടീമിൽ ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു വ്യക്തിയാകാൻ സാധിച്ചതല്ല ഇപ്പോഴും അഭിമാനം കൊള്ളുന്നു. എൻ്റെ സർവീസിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സർവീസാണ് ഇപ്പം ഞാൻ കൊടുക്കുന്നത്. എൻ്റെ റൂമിൽ വരുന്ന പേഷ്യൻസ്, എൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്ത് വരുന്ന പേഷ്യൻസിൽ ഞാൻ ആ റൂമിൽ ആ മതിലുകൾക്കൊക്കെ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ CCTV ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ചുവരുകൾക്ക്
റിയാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അതിനകത്ത് വരുന്ന കരയുന്നവരുടെ ആ വികാരം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ഡോണർ ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഒരു വ്യക്തി കല്യാണം കഴിക്കുമ്പോൾ പൊരുത്തമൊക്കെ നോക്കുമല്ലേ? ശരിക്കും പറഞ്ഞാൽ പൊരുത്തത്തേക്കാൾ കൂടുതൽ ബ്ലഡ് ഗ്രൂപ്പാണ് നോക്കേണ്ടത്. നമുക്ക് ആ ഡൊണേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയതമ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. വൈഫിന് ഡൊണേറ്റ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആകാത്ത ഒത്തിരി വ്യക്തികളുണ്ട്. എൻ്റെ റൂമിൽ വന്നിരുന്ന് അമ്മയ്ക്ക് മകന് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കാത്തതിൽ കരഞ്ഞ അമ്മയും മോനും ഉണ്ട്. ഭർത്താവിന് തൻ്റെ അവയവം പകുത്ത് നൽകാൻ കഴിയാത്ത ഭാര്യ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, അനിയത്തി ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടുതൽ ഡൊണേറ്റ് ചെയ്യുന്ന സ്ത്രീകളാണ്. നമുക്ക് എവിടെയും എടുത്ത് നോക്കിയാൽ, നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഡൊണേറ്റ് ചെയ്യുന്ന സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് കാരണം പുരുഷന്മാർ ജോലിക്ക് പോകേണ്ടതല്ലേ, അല്ലേ? ഡൊണേറ്റ് ചെയ്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആര് ഭക്ഷണം ഉണ്ടാക്കും, ഭക്ഷണത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും? ഇതാണ് അവരുടെ കൺസേൺ. അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത് ഡൊണേറ്റ് ചെയ്യാനായിട്ട്, ഇത് നമ്മൾ കേരളത്തിൽ വളരെ കുറവാണെങ്കിലും നമുക്ക് മനസ്സിലാകും കേരളത്തിന് പുറത്ത് ഈ ഡൊണേഷൻ കൂടുതൽ സ്ത്രീകളാണ് ചെയ്യുന്നത്. കാരണം പുരുഷന്മാർ ജോലിക്ക് പോവും, ഒരു വീട് സമ്പാദിക്കാൻ അവർക്ക് മാത്രമേ കഴിയുള്ളൂ. സ്ത്രീകളാവുമ്പോൾ ഡൊണേറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല, സേഫായിട്ട് വീട്ടിലിരിക്കും. ഇതാണ് പൊതുവേ കണ്ടുവരുന്നത്. പുരുഷന്മാർ ഡൊണേറ്റ്, എനിക്ക് ഒരിക്കലും ഞാൻ ഓർക്കുന്നു, എൻ്റെ മുന്നിൽ ഒരു പേഷ്യൻ്റ് വന്നു, വൈഫാണ് പേഷ്യൻ്റ്. വൈഫിൻ്റെ അച്ഛൻ ആണ് ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ അച്ഛൻ അൺഎക്സ്പെക്റ്റഡായിട്ട് അച്ഛന് റിജക്റ്റ് ചെയ്തു. മീൻസ് നമുക്ക് വർക്കപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാവും ഇദ്ദേഹത്തെ ഡോണറാക്കാമോ എന്ന്. പക്ഷേ അച്ഛനെ ഡോണറാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഡോണറാകാൻ കഴിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനോ എന്ന് ആദ്യം ചോദിച്ചു. അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു, ഇല്ല ഞാൻ ആകുന്നില്ല, കാരണം ഇവൾ കിടന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജോലിക്ക് പോകും. ആ കുട്ടി ഇപ്പോഴും ഒരു ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തിട്ടില്ല. നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും ഡയാലിസിസിൻ്റെ സങ്കീർണതകൾ, ഡയാലിസിസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം എത്രത്തോളം തൊട്ടടുത്ത് കിടക്കുന്ന പേഷ്യൻസ് ഡയാലിസിസ് ചെയ്യാത്തതുകൊണ്ടല്ല അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഒരു ഓർഗൻ ഡൊണേറ്റ് ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് വളരെ, നമ്മൾ ഇപ്പോഴും പറയും ഒരു ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയും, പക്ഷേ ആ മനുഷ്യനെ പുനർജനിപ്പിക്കാൻ കഴിയുന്നത് ഒരു ദാതാവിന് മാത്രമാണ്. ഇത് എൻ്റെ വാക്കുകളാട്ടോ, കാരണം ഇന്ന് രാവിലെ ഞാനത് കോമ്പയർ ചെയ്യാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയത്. പക്ഷേ വാക്കുകൾ സെൻറ്റൻസും പറഞ്ഞു വന്നപ്പോൾ എന്തർത്ഥമുള്ള വാക്കുകളാണ് അല്ലേ? ശരിക്കും മരിച്ചു അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന നമ്മുടെ കൂടെപ്പിറപ്പ് അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പകുത്ത് നൽകാനുള്ള ആ ഒരു ആ മനസ്സെന്ന് പറഞ്ഞാൽ ദൈവത്തിനോളം തുല്യമാണ് ദാതാവ്. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം, ഇപ്പം എനിക്ക് എൻ്റെ 12 പേഷ്യൻസ് ഇവിടെ ഇരിക്കുന്നു. പേഷ്യൻ്റാണെന്ന് എനിക്ക് പറയാൻ മടിയാണ്, കാരണം അവർ പൂർണ്ണമായും രോഗവിമുക്തരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പേഷ്യൻസ് എല്ലാം 12 വ്യക്തിത്വങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ 12 പേരും അവരുടെ അതിൽ ഭാര്യയുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, എല്ലാ ക്യാരക്ടേഴ്സും ഉള്ള ആളുകളാണ്. അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, അവരുടെ കുടുംബത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിൽ സുതാര്യത, നമ്മൾ അതിനുള്ള ആ ഒരു ബോധവൽക്കരണം, ഡൊണേറ്റ് ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ ഡൊണേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടി, അതെല്ലാം മറന്ന് നമ്മൾക്ക് കുറച്ചും കൂടി ക്യാമ്പയിനൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും ആളുകൾ ഭയപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കും. എന്തായാലും ഇങ്ങനെയൊരു AT കോവൂർ ചാരിറ്റബിൾ സൊസൈറ്റി ഇങ്ങനെ ഒരു ഇത് സംഘടിപ്പിച്ചതിൽ വളരെയധികം അതിന് ഇവിടെ എത്തിയ പേഷ്യൻസിനെയും ഡോണേഴ്സിനെയും റെസിപ്പിയൻറ്റിനെയും തിരഞ്ഞെടുത്തതിൽ, അത് ആ പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്തതിൽ എല്ലാത്തിനും ഇവിടുത്തെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ എന്ന രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട്. നന്ദി അവനോട് പ്രകടിപ്പിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ ചാൾസ് ആൻഡ് ഡോക്ടർ മനു സാറ് ഞങ്ങളുടെ സ്വന്തമാണ്. സാറിനെ ഒരു സാധാരണ വ്യക്തിത്വമാണ്, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലുള്ള എന്താ പറയുക, സാറ് സാധാരണ ഒരു മനുഷ്യന് തുല്യമാണ്. അത്തരം വ്യക്തിത്വങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ വളരെ റെയർ പേഴ്സണാലിറ്റിയാണ്. സാറിന് ഇഷ്ടമില്ലാത്തവർ ഇവിടെ ആരുമില്ല. അതുപോലെ എനിക്ക് ഡോക്ടർ ചാൾസിനെ കുറിച്ച് അറിയില്ല, എങ്കിലും സാറും നല്ലതാണ്. ഓക്കെ, എല്ലാവർക്കും ഈ ഹോസ്പിറ്റലിൻ്റെ വകയും എൻ്റെ വകയും എൻ്റെ 10-12 എൻ്റെ ഈ റെസിപ്പിയുടെ ഡോണേഴ്സിൻ്റെയും വലിയ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ആദരിക്കലാണ്, അതിനെ ക്ഷണിക്കുന്നതിന് ഷാൻഡിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന ഡോക്ടർ മനു പി വിശ്വം, ഡോക്ടർ
ചാൾസ് പനക്കൽ, സദസ്സിലിരിക്കുന്ന ഡോണർമാർ, സ്വീകർത്താക്കൾ, അവരുടെ ബന്ധുക്കൾ, ഏറ്റുകൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകർ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മറ്റ് സഹപ്രവർത്തകരെ. ഇവിടെ വലിയൊരു പ്രസംഗമൊന്നും നടത്തുന്നില്ല. എന്നിരുന്നാൽ പോലും ഇന്നത്തെ ദിവസം ഏറ്റുകൂർ ചാരിറ്റബിൾ സൊസൈറ്റിയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നിറഞ്ഞ സദസ്സിൽ എന്താണ് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനം എന്നുള്ളത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഏറ്റുകൂർ ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപിതമായിട്ട് 13 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അന്നു മുതൽ ഇന്നോളം ഞങ്ങൾ നിരവധിയായ ബോധവൽക്കരണ പരിപാടികളും പഠന ക്ലാസ്സുകൾ, സെമിനാറുകൾ ഇതെല്ലാം നിരന്തരമായിട്ട് ഞങ്ങൾ നടത്തി വരികയാണ്. പല ഡോക്ടേഴ്സും സമൂഹത്തിൽ ഉന്നതന്മാരായ പല വ്യക്തിത്വങ്ങളും ഞങ്ങളുടെ വേദി പങ്കിട്ടിട്ടുണ്ട്. ഈ ചാരിറ്റബിൾ സൊസൈറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഓരോ രോഗികളും ഇപ്പം കോർഡിനേറ്റർ സൗമ്യ മാഡം പറഞ്ഞതുപോലെ ഒരു ഡോണർ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയെ സംബന്ധിച്ച് ജീവിതത്തിലേക്ക് കൈപിടിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ജീവിതം കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഒരു ഡോണറെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലോകം കീഴടക്കിയതിന് തുല്യമായിരിക്കും. ഏറ്റുകൂർ ചാരിറ്റബിൾ സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്നത് മരണാനന്തര അവയവദാനമാണ്. ഒരു വ്യക്തി മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കാവുന്ന എല്ലാ അവയവങ്ങളും ഇങ്ങേയറ്റം മുടി വരെ, മുടി, ത്വക്ക് ഇതെല്ലാം നമുക്ക് ദാനം ചെയ്യാൻ കഴിയും. എന്നാൽ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന, ശരിക്കും നമ്മൾ മക്കളെ ഡോക്ടർമാരും എൻജിനീയർമാരും ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടേഴ്സിനെ ഇകഴ്ത്തി കാണിക്കുകയല്ല, എന്നാൽ ചുരുക്കം ചിലരൊഴികെ ബാക്കി ആരും തന്നെ ഒരു അവയവദാനത്തിന് സമ്മതപത്രം കൊടുക്കുന്നതായിട്ട് ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞങ്ങൾ നിരവധി പേരുടെ അടുത്ത് ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ 81 അംഗങ്ങളെ ചേർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ ബോഡിയും അവയവങ്ങളും ദാനം ചെയ്യാനായിട്ട് സമ്മതപത്രം തന്നിട്ടുള്ളവരുണ്ട്. അവയവദാനം മാത്രം സമ്മതപത്രം തന്നിട്ടുള്ളവരുണ്ട്. അവർ 42 പേരും ബോഡിയും അവയവങ്ങളും ദാനം ചെയ്യാൻ സമ്മതപത്രം തന്നിട്ടുള്ളവർ 41 പേരുമുണ്ട്. പിന്നെ ഞങ്ങൾ മറ്റൊരു ഗ്രൂപ്പുണ്ട്, ബ്ലഡ് ഡൊണേഷൻ ഫോറം. ഇപ്പം സാറ് ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു. ശരിക്കും ഇപ്പം അവയവദാനം ഒരുപാട് കുറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മരണാനന്തരം അവയവം ദാനം ചെയ്യാനോ അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ അവയവങ്ങൾ ദാനം ചെയ്യാനോ ആരും തന്നെ തയ്യാറാവുന്നില്ല. അതിന് മുഖ്യ കാരണമായിട്ട് ഇപ്പോൾ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജോസഫ് എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് മരണാനന്തര അവയവദാനം എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ഉദ്ദേശം ശരിക്കും സമൂഹത്തിലേക്ക് ഈ അവയവദാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, നിരന്തരമായിട്ട് ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇന്നിപ്പം ഈ അവയവദാതാക്കളെ ആദരിക്കാനുള്ള ആ ഒരു ആശയം ഞങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ ഞാൻ ആദ്യം PROനെയാണ് ഞാൻ പോയി കണ്ടത്. ആ മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അവർ എന്നെ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. സൂപ്രണ്ടാണ് അതിനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നത്. PROയുടെ ഭാഗത്തുനിന്നും സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നും കോർഡിനേറ്ററുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ടാണ് ഇവരെ എല്ലാവരെയും ഞങ്ങൾക്ക് ക്ഷണിക്കാനും ഈ വേദിയിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞത്. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് അവയവദാതാക്കളെ ആദരിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് പോവാം. ഞാൻ പേരും സ്ഥലവും കൊടുത്തിരിക്കുന്ന അവയവങ്ങളും ആരാണ് ഡോണർ എന്നുള്ളത് കൂടി ഞാൻ പറയാം. അവർ ഓരോരുത്തരായിട്ട് വന്ന് ഞങ്ങളുടെ ചെറിയ ഒരു ഉപഹാരം സ്വീകരിക്കണം എന്നാണ്
ഞങ്ങൾക്ക് പറയാനുള്ളത്. എബിൻ ചേർത്തല, അദ്ദേഹത്തിൻ്റെ അമ്മയാണ് വന്നിരിക്കുന്നത്. അമ്മയാണ് കിഡ്നിയാണ് കൊടുത്തിരിക്കുന്നത്. അമ്മയുടെ ചങ്ക് പറിച്ചു കൊടുത്തതിന് തുല്യമാണത്. അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി എബിൻ്റെ അമ്മയ്ക്ക് മൊമെൻ്റോ കൊടുക്കാനായിട്ട് ഡോക്ടർ ചാൾസ് പനിക്കലിനെ ക്ഷണിക്കുന്നു. അല്ലേ? അടുത്തത് ദിലീപ് കൊടുങ്ങല്ലൂർ. കിഡ്നിയാണ് ദിലീപ് സ്വീകരിച്ചിട്ടുള്ളത്. കൊടുത്തത് സഹോദരിയാണ്. ഏറ്റവും ആദരവോടുകൂടി മൊമെൻ്റോ മൊമെൻ്റോ സ്വീകരിക്കാനായിട്ട് അവരെ ദിവ്യയെ ക്ഷണിക്കുന്നു. കൊടുക്കുന്നതിനായിട്ട് ഡോക്ടർ മനു പി വിശ്വത്തെ ക്ഷണിക്കുന്നു. അടുത്തത് വിജു തൃപ്പൂണിത്തുറ. കിഡ്നിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യയാണ് കിഡ്നി പകുത്തു നൽകിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് മൊമെൻ്റോ കൊടുക്കുന്നതിന് ചാൾസ് പനിക്കലിനെ ക്ഷണിക്കുന്നു. അടുത്തത് ജിതിൻ. അദ്ദേഹം ഇപ്പം സർജറി കഴിഞ്ഞ് ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കിഡ്നി നൽകിയിട്ടുള്ളത്. ഭാര്യയുടെ അച്ഛനും അമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരും വേദിയിലേക്ക് വരിക. ഞങ്ങളുടെ ചെറിയ ഉപഹാരം ഏറ്റുവാങ്ങുക. മൊമെൻ്റോ കൊടുക്കുന്നതിന് ഡോക്ടർ മനു പി വിശ്വത്തെ ക്ഷണിക്കുന്നു. സുനിൽ നായരമ്പലം. അദ്ദേഹം കിഡ്നിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഭാര്യയാണ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് ദീപ. രണ്ടുപേരും വേദിയിലേക്ക് വരിക. മൊമെൻ്റോ നൽകുന്നത് കോർഡിനേറ്റർ സൗമ്യ. ദിവ്യ ചേരാനെല്ലൂർ. കിഡ്നിയാണ് കൊടുത്തിട്ടുള്ളത്. ഡോണറായിട്ടുള്ളത് സഹോദരിയാണ് ദിബിഷ. അപ്പോൾ രണ്ടുപേരും വേദിയിലേക്ക് വരിക. അവരെല്ലാവരും വേദിയിലേക്ക് വരിക. പോന്നുള്ളൂ. രണ്ടാമത്തെ സഹോദരിയാണ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. ഉപഹാരം നൽകുന്നതിന് ഡോക്ടർ മനു പി വിശ്വത്തെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സ്വീകർത്താക്കൾക്കും ഡോണേഴ്സിനും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.